ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. മധ്യപ്രദേശിൽ കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം വാർത്ത കൊടുത്തിരുന്നതാണ് മധ്യപ്രദേശ് കത്തുകയാണ് എന്നുള്ളത്. മധ്യപ്രദേശിൽ എന്തായിരുന്നു വിഷയം? 6 വയസ്സുള്ള ഒരു പിഞ്ചു ബാലികയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ പിടികൂടാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. ഇപ്പോഴിതാ മധ്യപ്രദേശിലെ റൈസൻ ജില്ലയിലെ ഗൗഹർഗഞ്ച് പ്രദേശത്ത് 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് സംസ്ഥാനത്തുടനീളം പ്രതിഷേധത്തിന് കാരണമായി സൽമാൻ എന്ന് പറയുന്ന ആ ഒരു നരാധമനെ പിടിക്കാൻ കഴിയാത്തതിൻ്റെ ആ ഒരു നാണക്കേട് ഇപ്പോൾ അവിടെ മധ്യപ്രദേശ് സർക്കാർ തീർത്തിരിക്കുന്നു. ശിവരാജ് സിംഗ് ചൗഹാൻ അടക്കം നേരിട്ട് സംസ്ഥാനത്തെത്തി. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നവംബർ 21-നാണ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത്. പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് വ്യാപക പ്രതിഷേധത്തിന് ഈ സംഭവം കാരണമായത്. സംഭവത്തിന്റെ 7-ാം ദിവസം പ്രതിയായ സൽമാൻ എന്ന നാസറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭോപ്പാലിലെ ഗാന്ധിനഗറിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം റൈസനിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാളെ വെടിവെച്ച് തീർത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രതിക്ക് 30,000 രൂപ പാരിതോഷികം പോലീസ് പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ചായക്കടയിൽ നിന്നാണ് സൽമാനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇത് എൻകൗണ്ടർ അല്ല, മറിച്ച് ഇത് മധ്യപ്രദേശ് സർക്കാരിൻ്റെ കണക്ക് കൂട്ടിയുള്ള, അതായത് മധ്യപ്രദേശ് സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള കൊന്നുതള്ളലാണ് എന്ന് പറഞ്ഞ് വേറെ ചില ആൾക്കാർ രംഗത്തെത്തിയിരിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ അവിടെ സന്തോഷിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സൽമാൻ എന്ന് പറയുന്ന ഈ നരാധമനെ പോലീസ് കൊന്നുതള്ളിയതിൽ വലിയ രീതിയിലുള്ള ആനന്ദമാണ് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഭോപ്പാലിലെ ഗാന്ധിനഗറിലെ ഒരു ചായക്കടയിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ചായ കുടിക്കാൻ ഇയാൾ സ്റ്റാളിലെത്തിയ ഉടനെ തന്നെ മഫ്തിയിലെത്തിയ പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു. ശേഷം ഇയാളെ റൈസനിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഇയാൾ ചാടിപ്പോകാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെടിയുതിർക്കേണ്ടി വന്നു. ഇയാൾ മരിച്ചുപോയി എന്നാണ് പോലീസ് നിലവിൽ അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.